ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക്, കല്യാണം കഴിച്ച് കഴിഞ്ഞവർക്ക് ഒക്കെ വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഏത് സാഹചര്യത്തിലും, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ആ ഡ്രിങ്ക്സ് കഴിക്കുന്ന സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിലും പറയാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും സെക്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഏത് രീതിയിലുള്ള സെക്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് പറയാൻ പാടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ സെക്സിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളെല്ലാവരും യുണീക്കാണ്. അപ്പോൾ സെക്സിനെ കുറിച്ച് ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ 10 തരത്തിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഓരോരുത്തർക്കും ഉള്ളത്. എന്ന് വെച്ചാൽ തൻ്റെ പാർട്ട്ണർ ഫ്രഷ് ആയിരിക്കണം എന്നുള്ളൊരു മോഹം എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഉണ്ട്. ഇനി എത്ര ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ, ഇപ്പം അത് പുരുഷന്മാർക്കാണ് കൂടുതലായിട്ടുള്ളത്, എന്നാലും സ്ത്രീകൾക്കും ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയെ ആരും തൊടാത്ത, അല്ലെങ്കിൽ ആരുമായിട്ടും സെക്സ് ചെയ്യാത്ത നല്ല ഫ്രഷായിട്ടുള്ള ആയിരിക്കാം എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണ് മിക്കവാറും ഭർത്താക്കന്മാർക്കുള്ളത്. ഭാര്യമാർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിവാഹത്തിന് മുമ്പ് തന്നെ, വളരെ കാലം മുമ്പ് തന്നെ നമുക്ക് സെക്സ്വൽ ഫീലിങ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പലരും പല സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ചിലവർക്ക് അങ്ങനെ യാതൊരു കാര്യങ്ങളും കാണില്ല. ചിലപ്പം പാർട്ട്ണറിൽ ഒരാൾക്ക്, ഒന്നുകിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കാണാം. അപ്പോൾ എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അപ്പം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടെ ആദ്യകാലങ്ങളിൽ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് യാദൃശ്യമായിട്ട് ഒരു ദിവസം ഇവർ രണ്ടുപേരും മാത്രമുള്ള അവരുടെ ഒരു പ്രൈവറ്റായിട്ടുള്ള ഒരു സമയത്ത്, എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളാണ്. അപ്പം ഈ പുള്ളിക്കാരിയും കുറച്ച് ബിയർ പോലുള്ള കാര്യങ്ങൾ ഈ പുള്ളിക്കാരിയും കഴിക്കും, വൈഫും കഴിക്കും. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഹസ്ബൻഡ് ഈ ടോപ്പിക്ക് എടുത്തിട്ടു. സെക്സിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുമല്ലോ. അപ്പം മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഹസ്ബൻഡ് വൈഫിനോട് ചോദിച്ചു, ഇതുപോലെ നിനക്ക് വല്ല അനുഭവം ഉണ്ടോ, ഇതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ ബിയറിൻ്റെ പുറത്ത്, അതിൻ്റെ ഒരു സ്റ്റിമുലേഷൻ്റെ പുറത്ത് പുള്ളിക്കാരി ആദ്യമൊക്കെ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ ചെയ്തു, പുള്ളിക്കാരൻ അവിടെ ഒരു ട്രിക്ക് പ്രയോഗിച്ചു. എന്ന് വെച്ചാൽ പുള്ളി പാസ്റ്റ് എക്സ്പീരിയൻസ് കുറച്ച് കാര്യങ്ങൾ പുള്ളി ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ അങ്ങനെ പോയിട്ടുണ്ട്, അതുപോലെ ഡാൻസ് ബാറിൽ പോയ കാര്യം, അവിടെ വെച്ച് സെക്സ് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമൊക്കെ പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞു. എന്തിനു വേണ്ടി? പുള്ളിക്കാരിയെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അപ്പം വൈഫ് വിചാരിച്ചു, ഇത്രയും സെക്സ് എക്സ്പീരിയൻസ് ഒക്കെ ഹസ്ബൻഡ് പറയുവാണെങ്കിൽ പിന്നെന്താ, എനിക്കും പറയാമല്ലോ. പുള്ളിക്കാരനൊരു ബ്രോഡ് മൈൻഡഡ് ആയിരിക്കും, പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. ആ രീതിയിലാണ് പുള്ളി ഇതുവരെ പുള്ളിക്കാരിക്ക് തോന്നിയത്, ഒരു ബ്രോഡ് മൈൻഡായിട്ടുള്ള ആളാണെന്നൊക്കെയാണ് തോന്നിയത്. അങ്ങനെ പുള്ളിക്കാരിയും 1-2 കാര്യങ്ങൾ, പുള്ളിക്കാരിയുടെ വിവാഹത്തിന് മുമ്പ് സംഭവിച്ച 1-2 കാര്യങ്ങൾ പുള്ളിക്കാരി അവിടെ തുറന്നു പറഞ്ഞു. അപ്പം നേരത്തെ ഈ പുള്ളിക്കാരി വിവാഹത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ കുറച്ച് എല്ലാ ദിവസവും ചാറ്റിങ്ങും ഒക്കെ ചെയ്തു, കുറച്ചൊന്ന് അടുത്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ കാണാറുണ്ടായിരുന്നു. ഒരു ദിവസം അവർ ഇതുപോലെ യാത്ര പോയ സമയത്ത് ഒരു ഹോട്ടലിൽ തങ്ങി. അങ്ങനെ ഹോട്ടലിൽ തങ്ങിയ കാര്യവും അപ്പം ഈ ഹസ്ബൻഡിനും ഇത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. പുള്ളിക്കാരി എന്തൊക്കെ ചെയ്തെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ ഹസ്ബൻഡിന് വന്നു. അപ്പോൾ ഹസ്ബൻഡും ഇങ്ങനെ ഓരോന്ന് പുള്ളിക്കാരിയെ ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് പുള്ളിക്കാരി ആ ബിയറിൻ്റെ സ്റ്റിമുലേഷനിൽ പുള്ളിക്കാരി ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിനകത്ത് റൂമിൽ കയറി ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ച കാര്യം,
അവിടെ കുറേ നേരം സംസാരിച്ചിരുന്ന കാര്യം, എന്നിട്ട് ഡാൻസ് ചെയ്ത കാര്യം, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഓരോന്നോരോന്ന് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ പാൻറ്റീസ് മാത്രം ഇട്ട് കുറേ നേരം മടിയിലൊക്കെ ഇരുന്ന് പുള്ളിക്കാരൻ്റെ മടിയിലൊക്കെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ ഒത്തിരി കഥയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അങ്ങ് വിസ്തരിച്ചങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ വൈഫെന്ന് പറയുന്ന ഈ കക്ഷി വളരെ സ്മാർട്ടാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇപ്പം തന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഒരു 3-4 വർഷം മുമ്പ് എന്തുമായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ചോദിക്കും, രാത്രി നിങ്ങളൊന്നുമില്ലാതെ ഫുൾ ന്യൂഡായിട്ടാണോ, ഫുൾ നേക്കഡായിട്ടാണോ കിടന്നുറങ്ങിയത്? പുള്ളിക്ക് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആകാംക്ഷയും. അപ്പം ഇത് പുള്ളിക്കാരി വിചാരിച്ചു പറയുന്നതിനെന്താ, വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങളല്ലേ, ഇപ്പം ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് പുള്ളി വേറൊരു കാര്യം കൂടെ ചോദിച്ചു. പുള്ളിക്കാരൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അന്ന് 2 പേർക്കും ഓർഗാസവും ഇജാക്കുലേഷനും ഒക്കെ വന്നോ, അത് ഏത് രീതിയിലാണ് വന്നത്, എപ്പോഴാണ് വന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ ഇങ്ങനെ ചെകഞ്ഞ് വൈഫിൽ നിന്നെല്ലാം ചോദിച്ചിങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ അന്നത്തെ ദിവസം അവർ ഹാപ്പി ആയിട്ടൊക്കെ സെക്സൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഹസ്ബൻഡിനൊരു മാറ്റം പോലെ, മാറ്റമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, പുള്ളിക്കാരനൊരു സംശയം പോലെ. എന്ന് വെച്ചാൽ പുള്ളിക്കാരി വാട്സപ്പിനകത്ത് ഇപ്പോൾ ഓൺലൈനിലുണ്ടെങ്കിൽ അത് വന്ന് കൂടുതൽ സമയം ഓൺലൈനിൽ ഇരുന്നാൽ എന്തുമായിരുന്നു, ആരോടായിരുന്നു ചാറ്റിങ്. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ എപ്പോഴെങ്കിലും ഈ മെസ്സഞ്ചറിലൊക്കെ ഇപ്പം ഒരു 11 മണിക്ക്, രാത്രി ഒരു 12 മണിക്കൊക്കെ മെസ്സഞ്ചർ ഓണായിരിക്കുകയാണെങ്കിൽ ഉടനെ അതിനെക്കുറിച്ച് ഒക്കെ ചോദിക്കും, ഇത് ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു സംശയം പോലെ ഇതിങ്ങനെ ഈ സംശയം വളർന്ന് വന്നു പോകും. ഹസ്ബൻഡിന് സംശയം കൂടിക്കൂടി വന്നു. അങ്ങനെ ഫാമിലി പ്രോബ്ലമായി. അങ്ങനെയാണ് അവരെൻ്റെ അടുക്ക വരുന്നത്. അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞത്, അന്ന് ഞാൻ വെറുതെ എൻ്റെ കാര്യങ്ങൾ, എനിക്കങ്ങനെ സെക്സ് എക്സ്പീരിയൻസോ പാസ്റ്റ് എക്സ്പീരിയൻസോ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ പുള്ളിക്കാരിയുടെ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അതറിഞ്ഞതിന് ശേഷം വല്ലാത്തൊരു ഫ്രസ്ട്രേഷനായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഈ പുരുഷന്മാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ കാണാൻ നല്ല സൗന്ദര്യമുള്ള ഭാര്യമാർ ഉള്ള പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഇതിനകത്തൊരു ആങ്സൈറ്റിയും ഒരിച്ചിരി കെയറിങ്ങും ഒക്കെ കൂടുതലായിരിക്കും. എന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആൾക്കാർ അങ്ങനെയുണ്ട്. ഓരോരുത്തരുടെയും മനസ്സ് ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സെക്സ് സമയത്തുള്ള ഫാൻറ്റസി, ആ ഫാൻറ്റസി ഒരിക്കലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ തുറന്നു പറയാൻ പാടില്ല. കാരണം പലരും പല രീതിയിലുള്ള ഫാൻറ്റസികളാണ് ഈ സെക്സ് സമയത്ത് കാണുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചിലർ പറയാറുണ്ട്, വൈഫിന് ഭയങ്കര സ്നേഹമൊക്കെയാണ്, വൈഫിനോട് വളരെ ഇഷ്ടമാണ്, ഭയങ്കര കെയറിങ് ആണ്, പക്ഷേ ഒരു ലൈംഗികപരമായ താല്പര്യം, ഒരു സെക്സ് പരമായ താല്പര്യം വൈഫിനോട് തോന്നുന്നില്ല. അതുപോലെ തന്നെ തിരിച്ചും പറയും, ഹസ്ബൻഡിന് ഭയങ്കര കെയറിങ് ആണ്, സ്നേഹമാണ്, നല്ല ആളാണ്, പക്ഷേ എന്തോ ഒരു ലൈംഗികപരമായ ഒരു അഭിനിവേശം ആ പുള്ളിക്കാരനോട് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഭാര്യമാരുമുണ്ട്. അപ്പം ഈ സമയത്ത്, സെക്സ് സമയത്ത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്ന ആളിനെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരെക്കുറിച്ചുള്ള ഫാൻറ്റസികളൊക്കെ ആയിരിക്കും ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയാം, അങ്ങനെയൊക്കെയാണെന്നറിയാം, എങ്കിൽ പോലും നമ്മളങ്ങനെ തുറന്നു പറയരുത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ പുള്ളിയെ പറ്റിയാണ് ഓർക്കുന്നത്. ചിലപ്പോൾ അതൊരു സെലിബ്രിറ്റി ആയിരിക്കും, എന്നാൽ പോലും പറയരുത്. സെലിബ്രിറ്റി ആണെങ്കിലും പറയരുത്. ഈ പുള്ളിക്കാരൻ, അതുപോലെ തന്നെ ഹസ്ബൻഡും പറയരുത്, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവരെ പറ്റിയാണ് ചിന്തിക്കുന്നത്, ഇവരെ പറ്റി ഓർക്കുന്നു, അവരെ കാണാൻ നല്ല ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പം അന്നേരം നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറിയിട്ട് ഒരു അസ്വസ്ഥതയുണ്ടാക്കും. കാരണം നമ്മളൊരു കാര്യം പറയുന്നതിൻ്റെ ഒരു 3 ഇരട്ടിയായിരിക്കും അവർ വേറെ രീതി ചിന്തിക്കുന്നത്. അതാണ് കാര്യം. പ്രത്യേകിച്ച് ഈ സെക്സ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൻ്റെ ഇരട്ടി ചിന്തിക്കും. എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ചിലർ വിചാരിക്കും, ഇനി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ, അങ്ങനൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ, എനിക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണോ, എനിക്ക് ആകർഷണം ഇല്ലാത്തതുകൊണ്ടാണോ അങ്ങനെ വേറെ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും കരുതുന്നവരും ഉണ്ട്. അതുപോലെ പറയാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈംഗിക വൈകൃതങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അത് മാറിപ്പോയി, അതിനെക്കുറിച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡും വൈഫും ഡിസ്കസ് ചെയ്യാൻ പാടില്ല.
ഞാൻ പറഞ്ഞ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചാണ് കേട്ടോ. അല്ലാതെ ലൈംഗികപരമായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഇപ്പം തന്നെ ഉദാഹരണത്തിന് പ്രിമച്ചർ ഇജാക്കുലേഷൻ, ശീഘ്രസ്ഖലനം, അത് പുരുഷന് വൈഫിനോട് പറയാം. അപ്പം വൈഫിൻ്റെ സഹകരണത്തിലും അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി പറഞ്ഞില്ലെങ്കിൽ തന്നെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പറയാം. പക്ഷേ ഇതവിടെ പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഈ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അത് കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. അതുപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ പുരുഷന്മാർക്കാണ്. അതുപോലെ തന്നെ 4ാമത്തെ കാര്യം പ്രണയം. നിങ്ങൾക്ക് നേരത്തെ ആരോടെങ്കിലും പ്രണയമുണ്ടായിരുന്നെങ്കിൽ, അത് ഏത് സാഹചര്യത്തിലായാലും പ്രണയം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ട കാര്യമില്ല. കാരണം ഈ ആദ്യത്തെ പ്രണയം, ആദ്യത്തെ സെക്സ് എക്സ്പീരിയൻസ് ഇതൊന്നും ആരും മറക്കത്തില്ല എന്നൊക്കെ പൊതു ഒരു ധാരണയുണ്ട്. അതായിരിക്കും ഏറ്റവും ഇഷ്ടം. അപ്പം പിന്നീട് അത് ഒരു പക്ഷേ ഹസ്ബൻഡ് വിദേശത്തായിരിക്കും, വൈഫ് വിദേശത്തായിരിക്കും. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും അടുത്തടുത്തിരിക്കുന്ന ആളുകളായിരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്തിരിക്കുന്ന സമയങ്ങളിൽ അപ്പം പല സംശയങ്ങളും ഉണ്ടാവാം. ഇനി പഴയ കാമുകനെ അല്ലെങ്കിൽ കാമുകയെ ഇനിയും കാണുമോ? ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് പറയുവാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഓപ്പണായിട്ട് പറയുന്നില്ലെങ്കിൽ അവിടെ യാതൊരു വിഷയമുണ്ടാകുന്നില്ല. ഇനി പറഞ്ഞതുകൊണ്ട് പല പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പല സംശയത്തിലേക്ക് അത് വഴിവെക്കും, അങ്ങനെയുണ്ട്. അതുപോലെ പറയാൻ പാടില്ലാത്ത 5ാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ലൈംഗിക സംതൃപ്തിയെക്കുറിച്ച്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ സമയത്ത് ഓരോ രീതിയിലാണല്ലോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ചിലവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചിലവർക്ക് ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെടുമ്പം പലരും പറയാറുണ്ട് ഓർഗാസം തീരെ ഉണ്ടാകാറില്ല, പല സമയങ്ങളിലും ഓർഗാസം ഉണ്ടാകാറില്ല. അതുപോലെ ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് വലിയ ലൈംഗിക ആകർഷണമൊന്നും തോന്നാറില്ല, എന്നാൽ മറ്റു സ്ത്രീകളോട് അവർക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ള അനുഭവങ്ങൾ, ഇപ്പോൾ ഇജാക്കുലേഷനുമായിട്ട് അല്ലെങ്കിൽ ഓർഗാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് വേണം ഹസ്ബൻഡും വൈഫുമായിട്ട് ഷെയർ ചെയ്യാൻ. ഓർഗാസം ഉണ്ടാകുന്നില്ലെങ്കിൽ എനിക്കൊട്ടും ഉണ്ടാകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ഹസ്ബൻഡിന് എപ്പോഴും നിരാശ വരും. അതുപോലെ വൈഫിനോടും പറയുകയാണ്, എനിക്ക് സെക്സ് ചെയ്തിട്ടൊരു സംതൃപ്തി കിട്ടുന്നില്ല, എനിക്ക് ഈയിടെ ഒരു താല്പര്യവും തോന്നുന്നില്ല. അപ്പം അവരും അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് എടുക്കും. ഇപ്പം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയുകയാണ്, എനിക്കിപ്പം അടുത്ത കാലത്തായിട്ട് സെക്സിന് ഒട്ടും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല, ചെയ്തിട്ട് ഒരു സുഖവും ഇല്ല, അങ്ങനെയൊക്കെ പറയുവാണ്. അപ്പം നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? പുള്ളിക്ക് ഇനി എന്നോട് താല്പര്യം കുറഞ്ഞു കാണും, ഇനി വേറെ വല്ലവരോടും ആയിരിക്കും താല്പര്യം. ഇങ്ങനെയൊക്കെ നമ്മൾ കാട് കയറി ഓരോന്ന് ചിന്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ വലിപ്പ വ്യത്യാസത്തെക്കുറിച്ച് നമ്മൾ നെഗറ്റീവായിട്ട് പരാമർശിക്കരുത്. ചില പുരുഷന്മാർക്ക് വലിയ ബ്രസ്റ്റ് ഉള്ളവരെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് വലിയ ബട്ടക്സ് ഉള്ളവരെ ഇഷ്ടം, അതുപോലെ ചില സ്ത്രീകൾക്ക് വലിയ ലിംഗമുള്ളവരെ ഇഷ്ടം. എന്നാൽ ചിലവരെ സംബന്ധിച്ച് അവയവങ്ങളുടെ വലിപ്പ വ്യത്യാസമൊന്നും ഒരു വിഷയമേ അല്ല, അവർക്ക് നല്ല സ്നേഹമാണ് പ്രധാനം. അപ്പോൾ എനിവേ, സമയം ഒത്തിരിയാകുന്നു, ഞാൻ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ കൂടി വീണ്ടും കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.